ഒമാനിൽ പോയില്ലായിരുന്നോ? അവിടെ അറബികൾ ഒരു സ്വീകരണമൊക്കെ കൊടുത്തു. ഒരു 10-25 വാളങ്ങോട്ട് ഒന്നിച്ചൂരി പിടിച്ചില്ലേ, അത് ഉയർത്തിയപ്പോഴേ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു. കുത്തല്ലേ, അയ്യോ പേടിച്ചെങ്ങാണ്ടായിരിക്കും. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. അന്നേരം ഓർത്തത് അത്രയും ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ കണ്ട ആളുകളാണോ ഈ ഊരി പിടിച്ച് പൊക്കിക്കൊണ്ട് നിൽക്കുന്നതെന്നായിരുന്നു. പിന്നെ മനസ്സിലായി, കൊട്ടും പാട്ടും ഒക്കെ കേട്ടപ്പോ ഒമാനിലാണ് അറബികൾ സ്വീകരിക്കുന്ന ചടങ്ങാണെന്ന് മനസ്സിലായപ്പോ BP നോർമലായി. അങ്ങനെ കേരള രാജ്യത്തിന്റെ സുൽത്താൻ ഗതകാല സ്മരണകളൊക്കെ അയവിറക്കി വീണ്ടും ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു. സുഹൃത്തുക്കളെ, ഞാൻ വെറും കോന്തനാണെന്ന് വിചാരിച്ചോ താനെ? ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കരുതി കൂട്ടി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഇനി ഒരു നിമിഷം നിന്നോട് വെച്ചേക്കല. പിന്നെ അസൂയക്കാരൊക്കെ പറയുന്നുണ്ട് ഇപ്പഴാ 2-3 വാൾ ഒന്നിച്ച് ജീവിതത്തിൽ കാണുന്നതെന്ന്. അങ്ങനൊന്നും പറയണ്ട, ഒരു 51 എന്നുള്ള ഒരു സംഖ്യ ഉണ്ടല്ലോ, അത്ര ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കുറെ അന്തങ്ങൾക്കാണെങ്കിൽ ഇത് കണ്ട് രോമാഞ്ചം സഹിക്കാൻ വയ്യാതെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് ഭയങ്കര റെഡ് സല്യൂട്ട്. അതിന്റെ ഇടയ്ക്ക് പറയുന്ന ഡയലോഗ് എന്താണെന്നറിയാമോ? ഇത്രയും ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ വിദേശത്ത് പോയി ഒരു ഭയവും ഇല്ലാതെ നിൽക്കുന്ന നമ്മുടെ അങ്ങുന്നിനെ കണ്ട്, നമ്മുടെ സഖാവിനെ കണ്ടിട്ട് കുരു പൊട്ടുന്നവരൊക്കെ മാറിയിരുന്ന് കരയടാ. ഇത്രയും പേരുടെ ഇടയിൽ, വാളുകൾക്കിടയിൽ തനിച്ച് നിന്ന് ഒറ്റയ്ക്ക് പൊരുതി നമ്മുടെ കാരണാഭൂതൻ, നമ്മുടെ ക്യാപ്റ്റൻ, ഇങ്ങനൊക്കെ പറഞ്ഞ ഉടനെ ചിലപ്പം വാഴ്ത്തുപാട്ടുകൾ ഇറങ്ങിയേക്കും. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പാവപ്പെട്ടവരെ ചതിക്കരുത് പ്ലീസ്. എന്നെ ചതിച്ചോ, എനിക്ക് താങ്ങാൻ പറ്റും. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം.